പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പഴയ നിയമ വിശ്വാസ വീരന്മാരെ നമ്മൾ കാണുവാനും പരിചയപ്പെടുവാനെല്ലാം ദൈവം ഇടയാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ തലം ഒന്നും കൂടി വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാ വീണ്ടും ഞാൻ വിശ്വാസത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുവാൻ കർത്താവ് എന്നെ ഇടയാക്കുന്നത്. ഹെബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 6 വചനം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? 7-ാമത്തെ വചനഭാഗം, വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെ കുറിച്ച് അരുളിപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ദൈവം കൊടുത്ത അരുളിപ്പാടോട് കൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. ബൈബിൾ പറയാ നീതി പ്രസംഗിയായ നോഹ എന്ന ബൈബിൾ പറയുന്നത്. നോഹ പ്രസംഗിച്ചു. ഒരാള് പോലും തിരിച്ചു വരാൻ അല്ലെങ്കിൽ നോഹ പറഞ്ഞ വഴിയിലേക്ക് വരാൻ ഇടവന്നില്ല. നോഹയ്ക്ക് കിട്ടിയ അരുളിപ്പാട് പ്രകാരം നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ദൈവത്തിന്റെ അരുളിപ്പാട് കിട്ടിയാൽ ബൈബിള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറന്നു പോകരുതേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം ഈ കേൾക്കുന്നവർ വീണ്ടും അവരുടെ നാവിൽ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ ഭവനവും യഹോവയെ സേവിക്കും, രക്ഷ പ്രാപിക്കും. കണ്ടോ, ഒരാള് വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ഏറ്റവും വലിയ തെളിവാണ്. നോഹ, നീതി പ്രസംഗിയായ നോഹയോട് ദൈവത്തിന്റെ അരുളിപ്പാട് കിട്ടിയപ്പോൾ ഈ അരുളിപ്പാടോട് കൂടെ നോഹ എന്തു ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞതുപോലെ ഒരു പെട്ടകം ഉണ്ടാക്കി, രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നമുക്ക് കാണേണ്ടത്. ലോകത്തിലുള്ള മനുഷ്യരോടെല്ലാം പറഞ്ഞു, ഇങ്ങനെ വിശ്വസിക്കണം, ഇതാ ജലപ്രളയം വരാൻ പോകുകയാണ്, ദൈവം എന്നോട് അരുളിച്ചെയ്തിരിക്കുന്നു, ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ പെട്ടകമുണ്ടാക്കി. ആകപ്പാടെ ഞങ്ങൾ 8 പേര്, ഒരു കുടുംബം. നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കേണ്ട വഴി നോക്കണം. ഇല്ലെങ്കിൽ ധനവാനും ലാസറും ജീവിച്ചു മരിച്ചതുപോലെ. ധനവാൻ മരിച്ചു, അവന് ധനവാൻ എന്ന ഒരു മനുഷ്യന് പേര് പോലും ദൈവം കൊടുത്തില്ല. അവൻ മരിച്ചത്, അവനെ വിളിച്ചത് ധനവാൻ എന്ന്. അവൻ മരിച്ചു പോയത് എങ്ങോട്ടാ? യാതനാ സ്ഥലത്തേക്ക്. ലാസർ മരിച്ചു, അവന് പേരുണ്ട് ലാസർ. പേര് വരെയും ദൈവം പേര് ചൊല്ലിയാ വിളിച്ചത്. ലാസറിന്റെ ഭൂമിയിൽ സംരക്ഷണത്തിന് ആരുമില്ല. അവന്റെ മുറിവ് നക്കുവാൻ നായ്ക്കളാ ഉണ്ടായിരുന്നുള്ളൂ. അവനോ ധനവാന്റെ മേശയിൽ നിന്ന് വീണ ഭക്ഷണമാ കഴിച്ചത്. ഈ ലോകത്തിലുള്ള ഒരു സന്തോഷവും ഒന്നും അനുഭവിക്കാൻ അവൻ ഇടയായില്ല. ഈ ലോകത്തിൽ അവന് ഒത്തിരി ദുഃഖവും കഷ്ടതയും ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, മരിച്ചപ്പോൾ ഇതാ ലാസറിനെ കൂട്ടാൻ വേണ്ടി ദൂതഗണം വന്നു. അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണോ വേണ്ടിയോ എന്ന് തിരിച്ചറിയേണ്ടത്. എന്നിട്ടോ അവിടെ ചെന്നിട്ട് ധനവാൻ വിളിച്ചു പറയാണ്, ലാസറിന്റെ കയ്യിൽ നിന്ന് വെള്ളം മുക്കി എന്റെ നാവിലൊന്ന് തണുപ്പിക്കണമേ, എന്റെ ഈ സഹോദരന്മാർ അവിടെ നശിച്ചു പോകാൻ ഇടയാകും, ലാസറിനെ ഒന്ന് വിടാവോ? കണ്ടോ, കുടുംബത്തെ കുറിച്ചുള്ള ചിന്ത. പ്രിയമുള്ളവരെ, ഈ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോഴാണ് ധനവാൻ ഉണ്ടാകുന്നത്. ലാസറിനെ ഒന്ന് വിടണം. അന്നേരമാണ് അവിടെ നിന്ന് മോളിൽ നിന്ന് ശബ്ദം വരുന്നത്, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ,
വിടാൻ പറ്റത്തില്ല. ഇവിടെയും നമുക്ക് തിരുവെഴുത്ത് തന്നിട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഈ വചനം വായിച്ച് ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനുള്ള വഴി നോക്കണം. ആ പെട്ടകത്തിന്റെ അകത്ത് സുരക്ഷിതരായി കർത്താവിനോട് കൂടെ ഇരിക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെല്ലാവരും രക്ഷ അനുഭവിക്കും. ഞാനും എൻ്റെ ഭവനവും, ഞാനും എൻ്റെ സഹോദരങ്ങളും, ഞാനും എൻ്റെ അയൽവാസികളും, ഞാനും ഈ വചനം കേൾക്കുന്നവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയതയിലേക്ക് പോകണ്ടേ? എങ്ങനെയാ? വിശ്വാസത്താൽ നോഹ പോയതുപോലെ നമുക്ക് കർത്താവിനോട് കൂടെ യാത്ര ചെയ്യണ്ടേ? ഈ ഒരു യാത്ര ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ദൈവം തന്നെങ്കിൽ, ഇവിടെ ജലപ്രളയം വരും, ഏത് പ്രശ്നവും പ്രതിസന്ധികളോ വന്നാലും നമ്മളെ അത് ഏൽക്കില്ല പ്രിയമുള്ളവരെ. നമുക്കൊന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഈ വിശ്വാസം അത്ര വലുതാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ തുടങ്ങിയുണ്ടല്ലോ. ഒരിക്കലും നിരാശരാകേണ്ട. വിശ്വാസത്താൽ നമുക്ക് എല്ലാം നേടാൻ ദൈവം ഇടയാക്കും. അതിനുവേണ്ട എല്ലാ ആത്മീയ കൃപയും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവം തന്നു നമ്മളെ ബലപ്പെടുത്തും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ദൈവസാന്നിധ്യവും ശക്തിയും അനുഭവിക്കാൻ ഈ അഭിഷേകം തന്നെ എന്ന വചന സന്ദേശം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശു മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.